വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ 5 ഡയലോഗുകളുടെ ഒരു പരമ്പര നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ആരംഭിച്ചേ പറ്റൂ. കാരണം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ദിവസം മുതൽ എല്ലാ ദിവസങ്ങളിലും അങ്ങേരുടെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത് പിറ്റേന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായ ഒരു ആരോപണമാണ് ഇന്ന് ആദ്യത്തെ ദിവസം ഞാൻ പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത സമയത്ത് സത്യപ്രതിജ്ഞ ചൊല്ലിയപ്പോൾ അതുവരെ വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാവേളയിൽ അദ്ദേഹം വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറഞ്ഞതിനെ ചൊല്ലിയാണ് പ്രതിപക്ഷവും അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തവരും വലിയ കോലാഹലം ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് മറുപടിയായി 2 ദിവസം കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുന്ന ഈ രംഗം നമുക്കൊന്ന് കാണാം. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് 2 പേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ട് ആണെന്നേ. എനിക്ക് സന്തോഷമാണ്. നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ. അതുകൊണ്ടാണ് ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മറുപടിയോടുകൂടി 2 ദിവസമായി സോഷ്യൽ മീഡിയ മുഴുവൻ ആളിപ്പിടിച്ച ജാതിപ്പേര് തൻ്റെ പേരിൻ്റെ വാലിൻ്റെ ഒപ്പം ചേർത്ത് വെച്ചു എന്ന വിവാദം ഒരു നിസാരമായ ഡയലോഗോടുകൂടി അദ്ദേഹം തള്ളിക്കളഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം. ഇതോടുകൂടി ഒരുവിധപ്പെട്ട എല്ലാവരുടെയും വായു അടഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞത് തൻ്റെ അച്ഛൻ്റെ പേരിനൊപ്പം അമ്മയുടെ പേരൂടെ വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ താൻ അതും ചെയ്തേനെ എന്നാണ്. സാധാരണ ഏതൊരു നേതാവും ഇത് ന്യായീകരിച്ച് മെഴുകുന്ന സ്ഥാനത്ത് ഇദ്ദേഹം തൻ്റെ കറക്റ്റ് മറുപടിയിലൂടെ തന്നെ എതിർത്തവരുടെ വായടപ്പിച്ച ഈ ശൈലി വരുന്ന എല്ലാ ദിവസവും തുറന്നും കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ഡയലോഗിനായി വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.